മദ്യനയവുമായി ബന്ധപ്പെട്ട പുറത്തു വന്ന വൻ അഴിമതിയിൽ ബാർ ഉടമകളുമായിട്ട് മാത്രമല്ല ആരുമായിട്ടും ഒരു ചർച്ച പോലും നടത്തിയിട്ടില്ല എന്ന എക്സൈസ് മന്ത്രിയുടെയും ടൂറിസം മന്ത്രിയുടെയും പ്രസ്താവനകൾ പച്ചക്കള്ളമാണ്. ഇവര് കഴിഞ്ഞ 2 മാസമായി ഇത് സംബന്ധിച്ച കൂടിയാലോചനകൾ നടത്തുകയാണ്. കഴിഞ്ഞ മാസം ആദ്യം ചീഫ് സെക്രട്ടറി വിളിച്ചു കൂട്ടിയ പ്രതിമാസ യോഗത്തിൽ ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് നൽകാൻ ടൂറിസം സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഈ മെയ് 21-ാം തീയതി ടൂറിസം വകുപ്പ് യോഗം ചേർന്നിട്ടുണ്ട്. ആ യോഗത്തിൽ ബാർ ഉടമകൾ കൂടി പങ്കെടുത്തിട്ടുണ്ട്. അത് സംബന്ധിച്ച യോഗം വിളിച്ച ടൂറിസം വകുപ്പിന്റെ സൂം മീറ്റിംഗ് ആണ് നടത്തിയത്. ആ സൂമിന്റെ ലിങ്ക് എൻ്റെ കൈവശമുണ്ട്. അപ്പൊ നിരന്തരമായി യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്, കൂടിയാലോചന നടന്നുകൊണ്ടിരിക്കുകയാണ്. ടൂറിസം വകുപ്പ് വിളിച്ചു ചേർത്ത മെയ് 21-ാം തീയതിയിലെ യോഗത്തിൽ ഈ ഡ്രൈ ഡേയെ കുറിച്ചും ബാറിന്റെ സമയപരിധി വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചും ചർച്ച നടന്നിട്ടുണ്ട്. അതിന്റെ തുടർച്ചയായിട്ടാണ് എറണാകുളത്ത് ചേർന്ന ബാർ ഉടമകളുടെ യോഗം പണപ്പിരിവിനുള്ള നിർദ്ദേശം നൽകുകയും അത് പുറത്ത് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അതിലൂടെ പുറത്തു വരികയും ചെയ്തു. ഇപ്പൊ 2 മന്ത്രിമാരും പച്ചക്കള്ളമാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു കൂടിയാലോചനയും നടന്നിട്ടില്ല. ഔദ്യോഗികമായ യോഗങ്ങൾ നടന്നിട്ടുണ്ട്. ഇനി ചീഫ് സെക്രട്ടറി വിളിച്ചു കൂട്ടിയ യോഗത്തിൽ എക്സൈസ് വകുപ്പിന്റെ അബ്കാരി നയത്തിന്റെ മാറ്റം വരുത്താൻ ടൂറിസം വകുപ്പിന് എന്താ കാര്യം? ടൂറിസം വകുപ്പിന് എന്താണ് ചുമതലപ്പെടുത്താൻ കാര്യം? അപ്പൊ ടൂറിസം വകുപ്പ് ഇതിൻ്റെ അകത്ത് വലിയ തോതിൽ ഇടപെട്ടിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമാണ്. അബ്കാരി പോളിസിയിൽ തയ്യാറാക്കേണ്ടത് എക്സൈസ് വകുപ്പാണ്. അബ്കാരി ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തേണ്ടത് എക്സൈസ് വകുപ്പാണ്. അവരാണത് പൈലറ്റ് ചെയ്യേണ്ടത്, എല്ലാം ചെയ്യേണ്ടത് അവരാണ്. അപ്പൊ ടൂറിസം വകുപ്പ് ഇതിൻ്റെ അകത്ത് ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതുകൊണ്ടാണ് ഇന്നലെ ചേർന്ന UDF യോഗം എക്സൈസ് മന്ത്രി മാത്രമല്ല ടൂറിസം വകുപ്പ് മന്ത്രി കൂടി രാജിവെക്കണം എന്നുള്ളൊരു നിലപാടിലേക്ക് ഞങ്ങൾ എടുത്തത്. ഇവർ രണ്ടുപേരും ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞങ്ങൾക്ക് ഒരാൾ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് സർക്കാരിനോട്. ഒന്ന്, ടൂറിസം വകുപ്പ് എന്തുകൊണ്ടാണ് എക്സൈസ് വകുപ്പിനെ മറികടന്ന് ഈ കാര്യത്തിൽ ഇടപെട്ടത്? 2, ടൂറിസം വകുപ്പിന് ഒരു അൺനെസസറി ഹേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാ അഴിമതിക്കും പിന്നിലുള്ള അനാവശ്യമായ തിടുക്കം അതെന്തിനായിരുന്നു? 3, 2 മന്ത്രിമാരും ഒരു ചർച്ചയും ഇക്കാര്യത്തിൽ നടന്നിട്ടില്ല എന്ന് കള്ളം പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണ്? 4, DGPക്ക് എക്സൈസ് മന്ത്രി നൽകിയ പരാതി അതെന്തിനു വേണ്ടിയാ? അഴിമതി മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോ ആരോപണം ഉന്നയിച്ചാലും അവർക്കെതിരായിട്ടാണ് അന്വേഷണം നടക്കുന്നത്. ഒരുപാട് സംഭവങ്ങളായി ഇപ്പൊ കേരളത്തിൽ. സ്വപ്ന സുരേഷ് ആരോപണം ഉന്നയിച്ചു, സ്വപ്ന സുരേഷിനെതിരായിട്ട് പരാതി. മാധ്യമങ്ങൾ SFI സംസ്ഥാന സെക്രട്ടറിയുടെ വിജയത്തെ സംബന്ധിച്ച്, പരീക്ഷ എഴുതാതെ വിജയത്തിനെ സംബന്ധിച്ച് വാർത്ത കൊടുത്തു. പരീക്ഷ എഴുതാതെ വിജയിച്ച് ആളെ കുറിച്ചല്ല അന്വേഷണം നടത്തിയത്. അത് റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തക ഉൾപ്പെടെയുള്ള അധ്യാപകർക്കും വിദ്യാർത്ഥി നേതാക്കന്മാർക്കും എതിരായിട്ടാണ് അന്വേഷണം നടക്കുന്നത്. സർക്കാരിനെതിരായി അഴിമതി വരുമ്പോൾ ഈ അഴിമതി പുറത്തു വരാനിടയായ സാഹചര്യത്തിന്റെ ഗൂഢാലോചനയെക്കുറിച്ചാണ് അന്വേഷണം നടത്തുന്നത്. അത് എവിടുത്തെ രീതിയാണ്? ഏത് രീതിയാണ്? DGPക്ക് എക്സൈസ് മന്ത്രി നൽകിയ പരാതിയും ഇതിനു മുൻപുള്ള അതേ പാതയിലൂടെ സഞ്ചരിക്കുകയാണ്. KM മാണിക്കെതിരായിട്ട് ബാർ കോഴയുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം വന്നപ്പോൾ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കുകയാണ് ഉമ്മൻചാണ്ടി സർക്കാർ ചെയ്തത്. എന്തുകൊണ്ടാണ് ഈ സർക്കാർ ആ മാതൃക സ്വീകരിക്കാത്തത്? ഇത്രയും വലിയ 2 വകുപ്പുമായി ബന്ധപ്പെട്ട ഗുരുതരമായ ഒരു അഴിമതി ആരോപണം വന്നിട്ടും എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി മൗനം അവലംബിക്കുന്നത്? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞേ മതിയാവൂ. ഇത് സംബന്ധിച്ച മന്ത്രിമാർ പറഞ്ഞത് സത്യവിരുദ്ധമായ കാര്യങ്ങളാണ് എന്ന് തെളിയിക്കുന്ന രേഖ ടൂറിസം വകുപ്പ് ഇത് സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി, അതായത് സൂം ലിങ്കാണ്, ഇൻവിറ്റേഷൻ ലിങ്കാണ് അയച്ചിരിക്കുന്നത്. അതിൽ ടോപ്പിക്ക് എക്സൈസ് പോളിസി റിന്യൂവൽ മീറ്റിംഗ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ആരാ അയച്ചിരിക്കുന്നത്? ഡെപ്യൂട്ടി ഡയറക്ടർ മാർക്കറ്റിംഗ് സെക്ഷൻ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടൂറിസം. എക്സൈസ് പോളിസിയുടെ റിന്യൂവൽ തീരുമാനിക്കാൻ വേണ്ടി സൂം മീറ്റിംഗ് ആര്? ടൂറിസം വകുപ്പ് നടത്തുന്നത്. എന്തൊരു വിരോധാഭാസമാണ്. ചോദ്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തുകൊണ്ടാണ് അബ്കാരി പോളിസി തീരുമാനിക്കേണ്ട എക്സൈസ്
വകുപ്പിനെ മറികടന്ന് ടൂറിസം വകുപ്പ് ഈ കാര്യത്തിൽ ഇടപെട്ടത്? 2, എന്തിനാണ് ടൂറിസം വകുപ്പ് അൺനെസസറി ഹേസ്റ്റ്, അനാവശ്യമായ ധൃതി കാണിച്ചത്? 3, 2 മന്ത്രിമാരും എന്തിനാണ് ഒരു തരത്തിലുള്ള ചർച്ചയും നടത്തിയിട്ടില്ല എന്ന് പച്ചക്കള്ളം പറഞ്ഞത്? 4, DGPക്ക് എക്സൈസ് മന്ത്രി നൽകിയ പരാതി അഴിമതിയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനല്ലേ? 5, KM മാണിക്കെതിരായിട്ട് ആരോപണം വന്നപ്പോൾ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ച ഉമ്മൻചാണ്ടി സർക്കാരിന്റെ മാതൃക നിങ്ങൾ എന്തുകൊണ്ട് പിന്തുടരുന്നില്ല? 6, 2 മന്ത്രിമാർക്കെതിരായും 2 വകുപ്പുകൾക്കെതിരായും ഗുരുതരമായ അഴിമതി ആരോപണം വന്നിട്ടും മുഖ്യമന്ത്രി പതിവ് പോലെ എന്തുകൊണ്ടാണ് മഹാമൗനത്തിന്റെ മാളങ്ങളിൽ ഒളിക്കുന്നത്? ഇതാണ് ആർജോക്യം. സർക്കാർ പറയണം മറുപടി.